കണ്ണൂർ പയ്യന്നൂരിലെ നഗരസഭാ കൌൺസിലറായി വിജയിച്ച വി.കെ. നിഷാദിന് പരോൾ നീട്ടി നൽകി. ഈ മാസം 11 വരെയാണ് പരോൾ നീട്ടിയത്. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 20 വർഷം തടവ് അനുഭവിക്കുകയാണ് നിഷാദ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, വി.കെ. നിഷാദിന് പരോൾ നീട്ടിയത് 11 വരെയാണ് അല്ലെ? തീർച്ചയായും ശ്രുതി, ഈ മാസം 11 വരെ വി.കെ. നിഷാദിന് പരോൾ നീട്ടി നൽകിയിരിക്കുന്നു. ഡിസംബർ 26-നായിരുന്നു ആദ്യം വി.കെ. നിഷാദിന് അടിയന്തര പരോൾ അനുവദിച്ചിരുന്നത്. 20 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു നിഷാദ്. അങ്ങനെ ജയിൽ സൂപ്രണ്ടിനെ സമീപിക്കുന്നു, ജയിൽ വകുപ്പിനോട് അപേക്ഷ നൽകുന്നു. അതിനുള്ള കാരണം അച്ഛന് സുഖമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വി.കെ. നിഷാദ് അപേക്ഷ നൽകുന്നതും തുടർന്ന് അടിയന്തര പരോൾ അനുവദിക്കുന്നതും. 6 ദിവസത്തെ അടിയന്തര പരോൾ അതാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. ജയിൽ DGPയുടെ ആസ്ഥാനത്തേക്ക് നൽകിയ അപേക്ഷയിൽ അദ്ദേഹത്തിന് പരോൾ നീട്ടി നൽകി എന്നുള്ളതാണ് വിശദീകരണം. സ്വാഭാവിക നടപടിയാണ് എന്നുള്ളൊരു വിശദീകരണം കൂടിയാണ് നിലവിൽ ഇപ്പോൾ ജയിൽ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി. അതേസമയം തന്നെ അദ്ദേഹം ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പയ്യന്നൂർ നഗരസഭയിൽ കൗൺസിലറായി വിജയിച്ച ആൾ കൂടിയാണ് വി.കെ. നിഷാദ്. ജയിലിൽ കിടന്നായിരുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത്, അങ്ങനെ വിജയിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. കാരണം വിജയിച്ച ഒരു മാസത്തിനകം കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് ചട്ടം. നിലവിൽ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതിന് ചില നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ അനുമതി ഈ സത്യപ്രതിജ്ഞയ്ക്ക് ലഭിക്കുകയും വേണം. ഏതായാലും ഈ പരോൾ കാലാവധിക്കിടയിൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ, അതിനുള്ള നിയമസാധുതയുണ്ടോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.